ഹലോ. അങ്ങനെ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ യൂട്യൂബിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടില്ല. അപ്പം അതാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അതാണ്. വിഷുവൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇതായി, ഇപ്പം മെയ് വരെ ആയി, എന്നിട്ട് ഞാൻ വിഷുവിൻ്റെ ഇട്ടില്ല. കുറച്ച് മടിയും കാര്യങ്ങളും, പിന്നെ ഓരോ സ്ഥലത്ത് യാത്രയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സ്ഥലത്തൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ, അതുമാത്രമല്ല കുറച്ച് മടിയും ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എന്താ പറയണ്ടേ, എഡിറ്റ് ചെയ്യാനൊരു മൂഡുമില്ല, അങ്ങനെ ആയിരുന്നു. എന്തായാലും എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ എഡിറ്റ് ചെയ്ത്. അപ്പം 1-2 വീഡിയോസും കൂടി ഇതിൽ ചേർക്കാമെന്ന് തോന്നിയിട്ടാണ് അത് ആഡ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാനിപ്പം ആഡ് ചെയ്യുന്നത്. ഇപ്പം ലൈവായിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടണം എന്നുള്ള ഇതിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം 1-2 വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് പതുക്കെ ഇടണം. ഒരുപാട് നാളത്തെ വീഡിയോകളുണ്ട്, അപ്പോൾ അതൊക്കെ ഇടണം. എന്തായാലും ഇപ്പം നമുക്ക് വിഷുവിൻ്റെ വീഡിയോ നമുക്ക് കാണാം. കാരണം അതിൻ്റെ ഒരു പകുതി വെച്ച് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പം എൻ്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ആണ് ഇനി ഇടേണ്ടത്. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അങ്ങനെ തന്നെ പോട്ടെ എന്ന് വെച്ചു. വിഷുവിന് മുന്നേ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, ഇനിയിപ്പോൾ അത് ഇടണം. അങ്ങനെ പതുക്കെ ഓരോ വീഡിയോസ് ഇടാം അല്ലേ. അപ്പം നമുക്ക് നേരെ വിഷു കണി കാണുന്ന ആ ഒരു ഇത് കാണാൻ പോകാം. അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷു ആണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന രാവിലെയാണ്. വിഷു രാവിലെ കണി കണ്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഈ വർഷം നല്ലൊരു വർഷമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ എൻ്റെ അമ്മയും അച്ഛനും വെള്ളായണി ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു. അമ്മ അവിടെ അടുത്ത് മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് വെള്ളായണി ക്ഷേത്രത്തിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് പോയിരിക്കുകയാണ്. ഞാൻ പോയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് എങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം കണി കണ്ട ശേഷം കുറച്ച് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷു കൈനീട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വന്നപ്പം പിന്നെ പതുക്കെ എണീറ്റു. ചേച്ചിയും അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി, എങ്കിൽ പിന്നെ നമുക്ക് തൊട്ടടുത്ത് ക്ഷേത്രം ഇരിക്കുകയല്ലേ, നമുക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജസ്റ്റ് ദീപാരാധന കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നട അടയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി ഒന്ന് തൊഴുതിട്ട് വരാം. പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ, അല്ലെങ്കിൽ ഇനി സംസാരിച്ചുകൊണ്ടെന്ന് ചിലപ്പം നട അടയ്ക്കും. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെ. വന്ന ശേഷം നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ മഹാദേവ ക്ഷേത്രം. അങ്ങനെ അകത്ത് പോയപ്പം അവിടെ വിഷുക്കണി വച്ചിരിക്കുന്ന കണ്ടു. അതൊക്കെ കണ്ട് തൊഴുതു. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു. ഇനി നമുക്ക് ഇവിടുത്തെ വിഷുക്കണി നമുക്ക് കാണാം. എണീച്ച് കണിയൊക്കെ കണ്ടു. അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് കൈനീട്ടം തന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ഒക്കെ കൈനീട്ടം തന്നു. അപ്പം ഇനിയിപ്പം എന്താ പറയണ്ടേ, ഇനിയിപ്പം ആരൊക്കെ തരുന്നു എന്നുള്ളത് അറിയില്ല. വിഷു ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മഞ്ഞ കളറിലുള്ള ഒരു ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഞാൻ എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നോക്കൂ. ഇതാണ് ഡ്രസ്സ്. ഇത് ഞാൻ അധികമൊന്നും ഇത് ഇട്ടിട്ടില്ല. ഈ ഹൽദി അങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ചെന്നൈയിലൊരു എൻ്റെ ഒരു ചേച്ചിയുടെ മാരേജ് ഉണ്ടായിരുന്നു, ഫങ്ഷൻ. അപ്പോൾ അപ്പോഴും ഹൽദി ഉണ്ടായിരുന്നപ്പം എടുത്തതാണ്. ആ ടൈമിൽ ഞാൻ ഇട്ടതാണത്. അപ്പം നമുക്ക് കാണാം.
അങ്ങനെ വിഷു കണിയൊക്കെ കണ്ടു കഴിഞ്ഞു. കൈനീട്ടം കിട്ടി, അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നും കിട്ടി, അതേപോലെ അപ്പുറത്തെ വീട്ടിൽ നിന്നും അങ്ങനെ ചേച്ചിമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടി. ഇനിയിപ്പം സദ്യ വാങ്ങിക്കാനായിട്ട് പോകണം. വിഷു ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എല്ലാ ഹോട്ടലും. എങ്ങനെയാണ് കിട്ടുമെന്നൊന്നും അറിഞ്ഞുകൂടാ. മിക്കവാറും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളൊക്കെ ബുക്കിംഗ് ആയിരിക്കാനാണ് ചാൻസ്. ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോവാം. ഒരു സദ്യ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് സദ്യ വാങ്ങിക്കാനായിട്ട് പോവാം. ഓക്കെ, അച്ഛനും അമ്മയൊക്കെ റെഡിയായി. ഇനിയിപ്പം ഞാൻ പോയി കാറിലോട്ട് കയറട്ടെ. അപ്പോൾ ഓക്കെ. മറ്റേ സദ്യ കഴിക്കാതിരിക്കണം മോശമല്ലേ, അതാണ് ഒരു സദ്യ പാഴ്സൽ. നമ്മൾ സദ്യ വാങ്ങിച്ചത് ഒരു മിനി സദ്യയാണ് വാങ്ങിച്ച് വീട്ടിലെത്തി. സദ്യ നമ്മൾ കഴിച്ചു. കൊള്ളായിരുന്നു. ഒരു മിനി സദ്യയാണ് കഴിച്ചത്. അപ്പോൾ ഓക്കെ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിലിടാം. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇതോടെ എൻഡ് ചെയ്യും. ഇപ്പോഴേ ലെങ്തി വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിഞ്ഞൂടാ, നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.